പാർട്ടിയുടെ തണലിൽ ജയിച്ചു കയറി അതേ പാർട്ടിയുടെ നെഞ്ചത്തോട്ട് കയറാൻ ശ്രമിക്കുന്ന ശശി തരൂരിന് യൂത്ത് കോൺഗ്രസിന്റെ കടുത്ത താക്കീത്. MP സ്ഥാനവും രാജ്യാന്തര തലത്തിലെ പ്രതിച്ഛായയും വെച്ച് എന്ത് വിഴുപ്പും വിളിച്ചു പറയാമെന്ന ധാരണയുണ്ടെങ്കിൽ അത് തലയിൽ വെച്ചാൽ മതിയെന്നും തിരുവനന്തപുരത്ത് കാലുകുത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ശരിക്കുള്ള ചൂടറിയാമെന്നുമാണ് സ്വന്തം അണികൾ തരൂരിന്റെ മുഖത്ത് നോക്കി അടിച്ചു പറയുന്നത്. മുംബൈയിൽ പോയിരുന്ന് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കാനും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനും തരൂരിന് ആരാണ് അധികാരം കൊടുത്തതെന്ന ചോദ്യവുമുണ്ട്. ജൻസികളെ കേൾക്കാൻ കോൺഗ്രസിനായില്ല. BJPയും മറ്റുള്ളവരും അത് ഭംഗിയായി ചെയ്തു എന്ന തരൂരിന്റെ വിഷലിപ്തമായ പരാമർശങ്ങൾക്കെതിരെ പാർട്ടിയിൽ അമർഷം പുകഞ്ഞു കത്തുകയാണ്. കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് തെരുവിൽ ചോര ചിന്തിയ അണികളുടെ വിയർപ്പിന്റെ ഫലമാണ് തരൂരിന്റെ ഈ ഡൽഹിയിലെ എയർ കണ്ടീഷൻ ചെയ്ത MP കസേര എന്ന കാര്യം തരൂർ മറന്നുപോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ന് വരെ ഒരു സമരത്തിൽ പോലും തരൂരിനെ അവർ കണ്ടിട്ടില്ലെന്നും പാർട്ടിയുടെ കൊടി പിടിച്ചതായി തങ്ങൾക്ക് അറിവില്ലെന്നും തങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണെന്നുമാണ് യൂത്ത് കോൺഗ്രസ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് അമ്പലമുക്കിന്റെ അതിരൂക്ഷ വിമർശനം. കൊല്ലങ്ങളായി കോൺഗ്രസ് വിരുദ്ധർക്ക് ആയുധം കൊടുക്കുന്ന പണിയാണ് ശശി തരൂർ തുടർച്ചയായി ചെയ്തു വരുന്നത്. മോദിയെ തുടർച്ചയായി സ്തുതിച്ചുകൊണ്ട് തരൂർ മുൻപും പാർട്ടിയെ പലതവണ നാണം കെടുത്തിയിട്ടുണ്ട്. നല്ല കാര്യം ചെയ്താൽ മോദിയെ പുകഴ്ത്തണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടന്ന തരൂരിനെ മുൻപ് സംസ്ഥാന നേതൃത്വം വിളിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടി വന്ന സാഹചര്യം കേരളം മറന്നിട്ടില്ല. പോരാത്തതിന് ഏത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ ഇറക്കുക എന്നത് തരൂരിന്റെ സ്ഥിരം ശൈലിയായി മാറി. BJPക്ക് സുഖിക്കുന്ന വർത്തമാനം പറയരുതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പോലും പരസ്യമായി മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നുവെങ്കിൽ തരൂർ ഉണ്ടാക്കുന്ന ശല്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് അമ്പലമുക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ആഞ്ഞടിക്കൽ വെറുമൊരു വാർത്തയല്ല, മറിച്ച് പ്രവർത്തകരുടെ രോഷത്തിന്റെ അഗ്നിപർവ്വതമാണ്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും ഈ പാർട്ടിയിൽ ഇരുന്ന് ഇനിയും മോദി സ്തുതി തുടർന്നാൽ തിരുവനന്തപുരത്ത് മറുപടി നൽകാൻ യൂത്ത് കോൺഗ്രസിന് മടിയില്ലെന്നുമുള്ള ഈ വെല്ലുവിളി തരൂരിനുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ്. ജൻസികളെ കേൾക്കാൻ കോൺഗ്രസിനായോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു ശശി തരൂർ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. CJPക്ക് ജൻസികളുടെ ശബ്ദമാകാൻ കഴിഞ്ഞെന്നും ഇതുപോലെ കോൺഗ്രസിന് അവരുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചില്ലെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇതിന് കഴിഞ്ഞില്ലെന്ന് സ്വയം ചിന്തിക്കണം. രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തു, എന്നാൽ CJP പോലെ ഫലപ്രദമായില്ലെന്നും ശശി തരൂർ പറയുന്നുണ്ട്. മുംബൈയിൽ നടന്ന സംവാദ പരിപാടിയിലായിരുന്നു ശശി തരൂരിന്റെ പരാമർശം. സംഭവം വിവാദമായതോടെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് വിശദീകരിച്ച് തരൂർ രംഗത്തെത്തി. സ്വന്തം വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കുന്ന തരൂരിന്റെ നാടകം ഇനി അധികകാലം വിലപ്പോവില്ല. കോൺഗ്രസിന്റെ അപ്പക്കഷ്ണം തിന്ന് BJPക്ക് വെള്ളമൊഴിക്കുന്ന ഇത്തരം എലൈറ്റ് നേതാക്കളെ ഇനി പേറാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഈ വിവാദത്തിലൂടെ പുറത്തു വരുന്നത്.